ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ നമ്മൾ യാത്ര പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടങ്ങളുടെ നാടായ കൊളുക്കുമലയിലേക്കാണ്. ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടുന്നല്ലേ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉയർന്ന ഉയരം കാരണം ഇവിടെ വളർത്തുന്ന തേയിലയ്ക്ക് ഒരു പ്രത്യേക രുചിയും പുതുമയും ഉണ്ട്. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് തേയിലയും മേടിച്ചുകൊണ്ട് വരണം എന്നൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കാറ്റാടി പാടങ്ങളുടെയൊക്കെ നടുവിലൂടെ യാത്ര പുറപ്പെട്ട് ഉടുമൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൂന്നാറിലേക്ക് ബസ് കയറി. കുറച്ചധികം ദൈർഘ്യം കൂടിയ ഒരു യാത്രയായിരുന്നു അത്. അതിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയും അതിനനുസരിച്ച് മാറുന്നത് വളരെയധികം വ്യക്തമായിട്ട് കാണാമായിരുന്നു. ബസ് കാന്തല്ലൂർ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മല കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാർ എത്തുന്തോറും തേയിലത്തോട്ടങ്ങളുടെ എണ്ണം ചുറ്റും കൂടി വന്നു. നല്ല ഭംഗിയുള്ള പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള ബസ് യാത്ര വളരെയധികം രസമുണ്ടായിരുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് സൂര്യനെല്ലിയിലേക്ക് ഷെയർ ജീപ്പ് കിട്ടും. ഷെയർ ജീപ്പിലാണ് നമ്മൾ സൂര്യനെല്ലിയിൽ എത്തിയത്. ഒരാൾക്ക് 100 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. വഴിയിൽ നമ്മൾ KSRTC ഡബിൾ ഡെക്കറിനെയൊക്കെ കണ്ടു. ഇതിനിടയ്ക്ക് ജീപ്പ് ഏട്ടനെ ഏൽപ്പിച്ച് നമ്മുടെ ഡ്രൈവർ ഒരു കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ജീപ്പ് യാത്രയുടെ ഇടയിൽ സ്ഥലങ്ങൾ കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും ചെറിയൊരു ടൈം ഡ്രൈവറേട്ടൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിർത്തിയിട്ട സ്പോട്ടിൽ കണ്ട റോക്ക് കേവാണത്. നമ്മൾ സൂര്യനെല്ലി എത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടെൻറ്റിലെത്തിയിട്ടുള്ളത്. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും സ്റ്റേ ചെയ്യാൻ പറ്റിയ പല തരത്തിലുള്ള ടെൻറ്റ് സ്റ്റേസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസും ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടുകളും മാത്രമല്ല രാത്രി നമുക്ക് ഫയർ ക്യാമ്പിനുള്ള സെറ്റപ്പും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേരുടെയും ഫസ്റ്റത്തെ ടെൻറ്റ് സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ ടെൻറ്റൊക്കെ ഫുള്ളായിട്ട് പോയി കണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് നേരം സ്ഥലം ഫുള്ളായിട്ട് ചുറ്റിക്കണ്ട് അവിടുത്തെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഏകദേശം 18 ആൾക്കാരോളം അന്നത്തെ ദിവസം തന്നെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. വൈകുന്നേരം തൊട്ടിട്ടാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഈവനിങ് നമുക്ക് ഗോൾഡൻ വാലി സൺസെറ്റാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതല്ലാണ്ട് 2 ഓപ്ഷൻസ് ഫാൻറ്റം ഹിൽസും കുരിശുമലയാണ്. നമ്മുടെ സ്റ്റേന്ന് തൊട്ടടുത്ത് തന്നെ വരുന്ന ഒരു ഹിൽസിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയും മഞ്ഞും ആകപ്പാടെ നല്ലൊരു വൈബായിരുന്നു. നടക്കാൻ തന്നെ വളരെയധികം രസമുണ്ടായിരുന്നു. ഈവനിങ് കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പും ആകപ്പാടെ തൊട്ട് കുറച്ചപ്പുറം നിൽക്കുന്നവരെയും കൂടെ കാണാൻ പറ്റാത്ത തരത്തിൽ നല്ല കോട ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ആ ഹിൽസ് കയറിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ കോടയൊക്കെ കൊണ്ട് കുറേ നേരം ആ വൈബ് ആസ്വദിച്ചിട്ട് ഇരുന്നു. അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി നമുക്ക് ഫുഡിന് മുൻപായിട്ട് ചെറിയൊരു ക്യാമ്പ് ഫയറും DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് ശേഷം ചപ്പാത്തി, ഗീ റൈസ്, ചിക്കൻ കറി, വെജ് കറി, സാലഡ്, ബാർബിക്യൂ എല്ലാം അടങ്ങിയ നല്ലൊരു ഡിന്നർ കഴിച്ച് നമ്മൾ പതിയെ എല്ലാവരും നമ്മുടെ ടെൻറ്റിലേക്ക് മടങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 3 മണിക്ക് തന്നെ എണീറ്റ് നമ്മളൊരു 4 മണിയാകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് കൊളുക്കുമലയിലേക്ക് യാത്ര തിരിച്ചു. ജീപ്പിൽ ഓൺ റോഡും അത് കഴിഞ്ഞ് ഓഫ് റോഡ് ഒരു 6 കിലോമീറ്ററും ട്രെക്കിങ് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് സീ ലെവലിൽ നിന്ന് 7000 അടി മുകളിൽ നിന്ന് നമുക്ക് സൺറൈസ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പോയത് അത്രയ്ക്ക് സീസൺ അല്ലാത്ത ടൈം ആയതുകൊണ്ട് ക്ലൗഡ് ബെഡ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സൺറൈസ് ആണെങ്കിലും കോട കാരണം ചെറുതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹിൽ ടോപ്പിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിയതിന് ശേഷം കുറച്ച് താഴോട്ട് പോന്നു. ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ നടന്നാലാണ് നമുക്ക് ജാഗുർ റോക്കിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് പറ്റുക. റിയൽ വേഴ്സസ് റിയൽ ലൈഫ് എന്താണെന്ന് ശരിക്കും അവിടെ നിന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ചെറിയൊരു വഴിയിലൂടെ ഒരു ഇടുങ്ങിയ മലയുടെ താഴ്ഭാഗത്തേക്ക് എത്തിയാലാണ് നമുക്ക് ജാഗുർ റോക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ അതൊരു അടിപൊളി അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി ഫോട്ടോസും വീഡിയോസും നല്ലൊരു മെമ്മറിയും കിട്ടിയത് ഏറ്റവും കൂടുതൽ ജാഗുർ റോക്സിൻ്റെ അവിടെയായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചെത്തി ക്യാമ്പിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ സൂര്യനെല്ലിയിലെത്തി. സൂര്യനെല്ലിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഷെയർ ജീപ്പ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സർപ്രൈസ് ആയിരുന്നു മൂന്നാർ നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ചുറ്റും ഒന്നും കാണാത്ത തരത്തിലുള്ള കോട, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു നല്ല യാത്രയുടെ ഒരുപിടി നല്ല ഓർമ്മകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് മടങ്ങി.